ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഡേ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ഡേ 2 നമുക്ക് നോക്കാം. പരീക്ഷയൊക്കെ ഇങ്ങെത്തിയില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ആൻസറുകളും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാരുടെ പേര്, ഡിവിഷൻ, തീയതി ഒക്കെ എഴുതാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടാകും. അവിടെ കൂട്ടുകാർ തെറ്റാതെ എഴുതുക. തൊട്ട് താഴെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാകും, വായിച്ച് മനസ്സിലാക്കുക. പിന്നെ തൊട്ടടുത്തായിട്ട് ആക്ടിവിറ്റീസ് എത്ര എണ്ണമാണുള്ളത്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നും അതിൻ്റെ ഗ്രേഡും ഒക്കെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. 5 പ്രവർത്തനങ്ങൾ നമ്മൾ ഡേ 1 ചെയ്തിരുന്നു. ഇനി പ്രവർത്തനം 6, ചിരിക്കുന്ന പാവ. വായിച്ച് നിറം നൽകൂ. കൂട്ടുകാർക്ക് ഇവിടെ മനോഹരമായൊരു പാവയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിന് നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചിത്രത്തിന് നിറം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറുത്ത മുടി, ചുവന്ന ചുണ്ട്, പച്ചക്കുപ്പായം, നീലവള, നീലമാല. അപ്പോൾ ഏത് തരത്തിലാണ് ചിത്രത്തിന് നിറം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ കൂട്ടുകാർ നിറം കൊടുക്കുക. അല്ലെങ്കിൽ ചിത്രത്തിന് നിറം കൊടുത്ത് മനോഹരമാക്കാനാണ് പറയുന്നതെങ്കിൽ അനുയോജ്യമായ നിറങ്ങൾ കൊടുത്ത് കൂട്ടുകാർ മനോഹരമാക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, അടുത്ത് പ്രവർത്തനം 7, ആടാം പാടാം. വാക്യം എഴുതാം. ഇവിടെ പാവ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കത് എഴുതി നോക്കാം. ആടാം പാടാം, പാവ പാടുന്നു. ആടാം പാടാം, പാവ ചാടുന്നു. ആടാം പാടാം, പാവ നടക്കുന്നു. ആടാം പാടാം, പാവ നിൽക്കുന്നു. അപ്പോൾ ഇതുപോലെ വാക്യങ്ങൾ എഴുതാൻ ചിലപ്പോൾ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. വാക്യങ്ങൾ എഴുതാനും പഠിച്ചിരിക്കുക കേട്ടോ. പ്രവർത്തനം 8, ചെറുതും വലുതും തരംതിരിക്കാം അല്ലെങ്കിൽ വരച്ചു ചേർക്കാം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ഒത്തിരി പൂക്കളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചെമ്പരത്തി, ഡാലിയ, പിച്ചി, റോസ്, മുല്ല തുടങ്ങിയ ഒത്തിരി ചെറുതും വലുതുമായ പൂക്കളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയ്ക്ക് വലിയ ഇലയാണോ ചെറിയ ഇലയാണോ ഉള്ളതെന്ന് കൂട്ടുകാർ വലിയ ഇലയിലേക്കും ചെറിയ ഇലയിലേക്കും വരച്ചു ചേർക്കണം. നോക്കിയേ, ചെമ്പരത്തിക്ക് വലിയ ഇലയാണ്, വരച്ചു ചേർക്കാം. അടുത്ത് ഡാലിയയ്ക്കോ വലിയ ഇലയാണ് അല്ലേ? അപ്പോൾ വലിയ ഇലയിലേക്ക് നമുക്ക് വരച്ചു ചേർക്കാം. ഇനി പിച്ചി, മുല്ല, റോസ് ഇവയ്ക്കൊക്കെ ചെറിയ ഇലകളല്ലേ? അപ്പോൾ ചെറിയ ഇലയിലേക്ക് നമുക്ക് വരച്ചു ചേർക്കാം. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 9, വായിക്കുക, വരയ്ക്കുക. എന്താണ് വരയ്ക്കേണ്ടത്? വലിയ ചെടി വരയ്ക്കണം, പിന്നെ ചെറിയ ഇല വരയ്ക്കണം, ചുവന്ന പൂവ് വരയ്ക്കണം. നോക്കിയേ കൂട്ടുകാരെ, വലിയ ചെടി, ചെറിയ ഇല വരച്ചു, ചുവന്ന പൂവും വരച്ചു. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 10, ഇതളുകൾ. നോക്കി, ചെമ്പരത്തി, കോടിയമ്പിപ്പൂവ്, റോസാപ്പൂവ്, നിത്യകല്യാണി, അല്ലിപ്പൂവ്, മുല്ലപ്പൂവ്, ഡാലിയപ്പൂവ്. കുട്ടയിൽ മുല്ലപ്പൂ മാത്രമില്ലല്ലോ, അവ നമുക്ക് വരച്ച് ചേർത്തോളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിന്ന് 5 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നതല്ലേ? എല്ലാ കൂട്ടുകാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന മനോഹരമായ 5 പ്രവർത്തനങ്ങൾ. അപ്പോൾ നിറം കൊടുക്കാനും വാക്യങ്ങൾ എഴുതാനും വരികൾ കൂട്ടിച്ചേർക്കാനും ചിത്രങ്ങൾ തന്നിരുന്നാൽ വിവരണം തയ്യാറാക്കാനും പിന്നെ വരച്ച് ചേർക്കാനുള്ളവയുണ്ട്. അതെല്ലാം കൂട്ടുകാർ പഠിച്ചു വച്ചിരിക്കുക, തരംതിരിക്കാൻ പഠിക്കുക. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്